ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ കസാക്ക് കാഴ്ചകളുടെ 5ാമത്തെ എപ്പിസോഡാണ്. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡിനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ഷിംബുലാക്ക് മലയിൽ നിന്ന് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മളുടെ മെഡു ഐസ് റിംഗ്. ഇതാണ് ലോകത്തിലെ വെച്ച് ഏറ്റവും ഉയരം കൂടിയ പീക്കിലെ ഏറ്റവും വലിയ ഐസ് റിംഗ്. ഇത് ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 1600 മീറ്റർ സീ ലെവലിനേക്കാളും മുകളിലാണ് ഈ ഐസ് റിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പീക്കിലെ ഐസ് റിംഗ് ആയിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇത് നമ്മളുടെ മോസ്കോയിൽ നിന്ന് വന്ന സ്പെഷ്യൽ ടീമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ കോമൺവെൽത്ത് ഗെയിംസിനും എല്ലാ ഒളിമ്പിക്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാക്ടീസ് സെഷൻസ് നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഷിംബുലാക്കിൽ നിന്ന് നേരെ ബസ്സും പിടിച്ച് നമ്മളുടെ ദോസ്തിക് പ്ലാസ അവന്യൂയുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദോസ്തിക് പ്ലാസ മാള് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, എൻ്റെ പിന്നിലുള്ള ഒരു ട്രീ കാണാം, ക്രിസ്മസ് ട്രീ. പിന്നെ നേരത്തെ കണ്ട ഒരു കൊക്കക്കോള ബ്രാൻഡിങ് ബസ് സ്റ്റോപ്പ്, പിന്നെ കുറേ അലങ്കാരങ്ങളും ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ കൊക്കക്കോള സ്പോൺസർ ചെയ്തിട്ടുള്ള എന്തോ പരിപാടി ഇന്ന് നൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് നൈറ്റും ഇവിടെ വരും. അങ്ങനെ മനസ്സിലൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ നമ്മളുടെ ലുലുവിൽ ഒരു 4 കൊല്ലം മുന്നേ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർ ക്ലെയിം ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നാണ്. അപ്പോൾ അവർ തന്നെയാണ് ഇവിടെയും അതേ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നേരെ മാളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതരം ബ്രാൻഡുകളുടെ ഷോറൂംസാണ്. അപ്പോൾ നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ വൈഫ് ഇതൊക്കെ കണ്ടിട്ട് ഇടയ്ക്കുന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ കൈ പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് പോകാത്തത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഹാരി പോട്ടറിലെ 2 കഥാപാത്രങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടത്. അത് നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നടത്തം തുടർന്നു. ഒരു കടയിലേക്ക് വലിച്ചു കയറ്റിയ അവൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് ഭയങ്കര ശബ്ദം. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ന്യൂ ഇയർ ആണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂളുകൾക്കും ഇതുകൾക്കൊക്കെ അവധിയാണ്. ഈ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി ന്യൂ ഇയർ കഴിയണ വരെ ഇവർക്ക് സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ എല്ലാ പിള്ളേരും എല്ലാ പാരൻസും എല്ലാവരും ഈ മാളിലുണ്ട്. ഭയങ്കര തിരക്കാണ്. ഫുഡ് കോർട്ടിലും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മളുടെ കുറേ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പരിപാടി നടത്തുന്നത് ഇവിടെയാണെന്ന്. പാരൻസും അതൊക്കെ എൻജോയ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. സീറ്റൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാളുടെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വിവിധ തരം സാധനങ്ങൾ ഇരിക്കുകയാണ്. കുറേ റൈസ് പോലെയും പിന്നെ ചിക്കനും മട്ടനും ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. എന്ത് ചൂസ് ചെയ്യുന്നറിയാതെ ഞങ്ങൾ എന്തോ ഒരു സാധനം ചൂസ് ചെയ്തു. അങ്ങനെ വന്ന് കഴിക്കുമ്പോഴാണ് ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെ മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് കസാക്ക് ഭാഷയിലായതുകൊണ്ട് തന്നെ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെയും കുറച്ചൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചാണ് മനസ്സിലാക്കിയത്. അങ്ങനെ വൈഫ് കഴിച്ചു നോക്കിയപ്പോഴാണ് അവൾ പറയുന്നത് ഇത് ഓട്സിൻ്റെ റൈസാണ്. അപ്പോൾ നല്ല ഹെൽത്തി ഓപ്ഷനാണ്. ഓട്സിൻ്റെ റൈസും ബീഫിൻ്റെ കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്.
അത് കഴിഞ്ഞപ്പോൾ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഒരു റൈസിൻ്റെ ഐറ്റം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കഴിച്ചതായിരുന്നു ഏറ്റവും നല്ലത്. രണ്ടാമത് കഴിച്ചത് പുലാവായിരുന്നു. പക്ഷേ എന്തോ ഒരു ഡിഫറെൻ്റ് ഓയിലിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദോസ്തിക് പ്ലാസേനോട് വിട പറയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണായി. ഏകദേശം 4:30 മണിയായിട്ടുള്ളൂ. ഇരുട്ടൊക്കെ വീണു. അപ്പോൾ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വൈബ് അങ്ങോട്ട് മാറി. അങ്ങനെ പുറത്താണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താ പറയുക, മാളിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡെസേർട്ട് കഴിക്കാൻ പറ്റിയില്ല. ഡെസേർട്ടിനുള്ള വയറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം ആകെ 5:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ 4:30 ആകുമ്പോഴേക്കും ഇരുട്ടാവും. ഒരു 6 മണി വരെ ഇരുട്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ സാധനം കണ്ടോ? സൂപ്പർ സാധനമാണ്. ഇത് ആദ്യത്തെ ഡെസേർട്ടാണോ? ലാസ്റ്റ് ഡേ ഓഫ് അൽമാട്ടി. അപ്പോൾ നാളെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മതി. ഇന്ന് ലാസ്റ്റ് ഇവിടുത്തെ മൊത്തത്തിലൊന്ന് എൻജോയ് ചെയ്ത് വിട പറയണം. അപ്പോൾ അതിനുവേണ്ടി സിറ്റി ടൂറും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മെട്രോ കാണാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻസൊക്കെ അടിപൊളിയാണെന്ന് കേട്ടേക്കണേ. അപ്പോൾ അത് കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഇവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ അതൊക്കെ കണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് റൂമിൽ പോകണം. അപ്പോഴേക്കും വൈകുന്നേരമാവും. ഇന്ന് 0 ഡിഗ്രിയാണ്. തണുപ്പ് ഇച്ചിരി കുറവുണ്ട്. പക്ഷേ 1 and 2 ആണ് യൂഷ്വലി വരാറ്. അതുകൊണ്ട് ഭയങ്കര കുറവല്ല, എന്നാലും ഇച്ചിരി കുറവുണ്ട്. പിന്നെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ കണ്ടില്ലേ, അവിടെ ഒരു ഗ്ലാസ് താഴേക്ക് പോണ പോലെ എവിടെയുണ്ട്. അത് ഇതാണിപ്പോൾ മെട്രോ സ്റ്റേഷൻ. അതാണ് ഈ വഴി കൂടെ പോകുമ്പോഴൊന്നും കാണാത്തത്. ഈ മെട്രോ സ്റ്റേഷൻ കണ്ട, ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ കാലത്ത് ഉണ്ടാക്കിയ സ്റ്റേഷൻസാണ്. 1988 ഈ മെട്രോയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയെങ്കിലും ഇത് 2005 വരെ പൂട്ടിക്കിടക്കായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1988 ഇവർ റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഫണ്ടിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല രീതിയിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കസാക്കിസ്ഥാൻ പിരിഞ്ഞു. അതോടുകൂടി ഇവരുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ നിൽക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കസാഖ് ഗവൺമെൻറ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല മെട്രോ പ്രൊജക്റ്റ്. അതുകൊണ്ടാണ് ഇത്രയധികം വൈകിയത്. എന്നാൽ 2005 ഇത് മൊത്തത്തിൽ എല്ലാ ലൈൻസും ബിൽഡ് ചെയ്തതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുത്തു. ഈ ഒരു കാരണത്താൽ തന്നെ നമ്മളുടെ ഈ മെട്രോ സ്റ്റേഷൻ, അതായത് റെഡ് ലൈനിൽ വരുന്ന അബൈ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ ഭൂമിയുടെ ഒരു 4-5 നില താഴത്തേക്കാണ് ഈ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് സോവിയറ്റ് യൂണിയൻ കാലത്ത് ബിൽഡ് ചെയ്ത ആ മെട്രോ ആണ്. അപ്പോൾ ഇത് ഭയങ്കര ഡെപ്തിലാണ്. നമ്മൾ ഈ എലിവേറ്ററും ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർക്ക് തല ഇറങ്ങിപ്പോവും. അത്രയും ഡീപ്പായിട്ടാണ് ഈ മെട്രോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെട്രോകൾക്ക് മാത്രമായിട്ട് യാൻഡെക്സ് ആപ്പ് ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ മാപ്പിനെ പറ്റിയൊന്നും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എവിടെ പോവും എവിടെ ഇറങ്ങും എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷേ ഇവിടുത്തെ ടിക്കറ്റിംഗ് സിസ്റ്റം ഏത് ട്രിപ്പിനും ഒരേ ചാർജാണ് ചാർജ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഏകദേശം ഒരു 20 രൂപയൊക്കെയാണ് ഈ മെട്രോയിൽ സഞ്ചരിക്കാൻ വരുന്നുള്ളൂ. നമ്മൾ ഏത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറിക്കഴിഞ്ഞാലും ഏത് മെട്രോ സ്റ്റേഷൻ വരെ വേണമെങ്കിലും നമുക്ക് ഈ 20 രൂപയിൽ ചാർജിൽ നമുക്ക് സഞ്ചരിക്കാം.
നല്ല ആഴത്തിൽ തന്നെ മെട്രോ പണിഞ്ഞു വെച്ചത് കൊണ്ട് നമുക്ക് മുകളിലെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ആകെ കൂടി കേൾക്കുന്നത് ദൂരേന്ന് വരുന്ന നമ്മളുടെ മെട്രോ ട്രെയിനിൻ്റെ ശബ്ദമാണ്. നിങ്ങളും ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ് യാൻഡെക്സ് മെട്രോ മാപ്പ്. അതിൽ നമ്മൾ എവിടെ നിന്ന് പോകണം, എവിടെ എത്തണം എന്നുള്ളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ട്രെയിൻ കയറണം, ഏത് സ്റ്റേഷനിൽ നിന്ന് കയറണം, എല്ലാ ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മളുടെ ട്രെയിനിൻ്റെ ശബ്ദം അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ എങ്ങനെയുള്ള ട്രെയിനാണെന്നൊന്നും അറിയില്ലല്ലോ, അതും ആകാംക്ഷയോടെ ഞങ്ങൾ നോക്കിയേക്കാണ് നമ്മളുടെ ട്രെയിനിനെ. അപ്പോൾ ദേ നമ്മളുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ഏകദേശം നമ്മളെ കൊച്ചി മെട്രോയിൽ ഉള്ള ആ ഒരു ട്രെയിനിൻ്റെ ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് ആണെന്ന് മാത്രം ഉള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഏകദേശം കൊച്ചി മെട്രോയിലൊക്കെ പോലെ ഇരിക്കും. മെട്രോയിൽ അധികം യാത്രക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ അത്യാവശ്യം ചീപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ടാക്സിയിലും ബസ്സിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളുടെ മെട്രോയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും കാണില്ല, അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ മൊത്തം ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ എല്ലാ മെട്രോ സ്റ്റേഷനും ഓരോ എന്താ പറയുക മോണ്യുമെൻ്റ് പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മെട്രോ സ്റ്റേഷനും കാണാൻ വ്യത്യസ്തമാണ്. നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എവിടെ പോകണമെങ്കിലും 120 ടെങ്കി, അതായത് നമ്മളുടെ നാട്ടിൽ 20 രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടുന്ന് പുറത്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി കുറച്ച് നടക്കുമ്പോഴേക്കും നമ്മൾ പുറത്തെത്തി. അപ്പോൾ ഇത് ഒരു പുതിയ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ അത്രയും ഡെപ്തിലൊന്നല്ല, ചെറിയൊരു മെട്രോ സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷൻ്റെ പേര് സൈറൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി, പക്ഷേ പുറത്ത് അൽമാട്ടിയിൽ അത്ര കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അൽമാട്ടിയിലേക്ക് തിരിച്ചു പോകാമെന്ന് ഉള്ള രീതിയിൽ അവിടെ കണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് അൽമാട്ടിയിലേക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ അൽമാട്ടി സ്റ്റേഷനെത്തി. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറി വരുമ്പോൾ മാത്രം ആ ഒരു കോയിനോ അല്ലെങ്കിൽ ആ QR സ്കാൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ മെട്രോ സ്റ്റേഷനിലൊക്കെ നമ്മളൊരു പേപ്പറിൻ്റെ ഒരു കടലാസിലെ ഒരു QR കോഡ് വെച്ചിട്ടാണ് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്ത് ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മൊത്തം ഇത് സൂക്ഷിച്ച് നടക്കണം. ഇൻ കേസ് എന്തെങ്കിലും വെള്ളം പറ്റി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മിസ്സായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പരിപാടി നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കുമ്പോൾ മാത്രം അത് സ്കാൻ ചെയ്ത് ഉള്ളിൽ കിടന്നാൽ മതി. പിന്നെ നമ്മളത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. അവിടെ തന്നെ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ ഇട്ട് പോയാൽ മതി. അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ അവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു കഫേ കണ്ടു. അപ്പോൾ എല്ലാ കടയിലും പോയിട്ട് നമ്മളുടെ വൈഫ് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ ഉള്ളിലേക്ക്. കാരണം ഇതുപോലെയുള്ള ഇൻഡോർ കഫേകളിലാണെങ്കിൽ നല്ല പ്രൈസാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിചാരിക്കുന്ന ബഡ്ജറ്റ് ഇന്ന് കൂടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും കഫേസിലും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ അവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കഫേ ആയിട്ട് തോന്നി. അപ്പോൾ അവിടെ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു സാൻഡ്വിച്ചാണ്, ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ടാർട്ട് പിന്നെ ഒരു ഷുഗർ ഗ്ലേസ്ഡ് ബണ്ണുമാണ്. അപ്പോൾ ഇവിടെ 2 കടകളാണ് ഈ ഒറ്റ കഫേയുടെ ഉള്ളിൽ നടത്തുന്നത്. കാരണം 2 സ്ഥലത്ത് 2 ടൈപ്പ് ഓഫ് സാധനങ്ങളും അവർക്ക് 2 ബില്ലും ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ ഒരു കട എടുത്ത് നടത്തുവാണ്. അതുകൊണ്ടായിരിക്കണം നമുക്ക് ഇച്ചിരി കുറവ് പൈസയ്ക്ക് കിട്ടിയത്.
അപ്പം ഞങ്ങൾ രണ്ടുപേരുള്ള വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനായിട്ട് ഞാൻ മഞ്ഞിൽ ട്രൈപോഡ് കുത്തി വെച്ചിട്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ഈ അണ്ണാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ ട്രൈപോഡിൻ്റെ ആണെങ്കിൽ ഒരു കാലം ഒടിയുകയും ചെയ്തു. അപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ അടുത്ത് ചാരി വെച്ച് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒരു നടക്കി സമ്മതിക്കുന്നില്ല. ഞാൻ എപ്പോൾ ആ മരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും അവനാണെങ്കിൽ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ശ്രമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ച് നേരെ റിപ്പബ്ലിക് സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ 28 ഗാർഡ്സ്മെൻ ഓഫ് പാൻഫിലോഫ് എന്ന് പറഞ്ഞ ഈ സ്റ്റാച്യു കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റാച്യു എന്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോസ്കോ അറ്റാക്ക് ചെയ്യാൻ വന്ന ജർമ്മനിക്കാരെ നിർത്തിയ നമ്മുടെ അൽമാട്ടിന്ന് പോയ ഒരു ബാറ്റിൽ സംഘത്തിലെ 28 പേരുടെ ബാറ്റിൽ സംഘത്തിലെ ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു സ്റ്റാച്യു ആണിത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ആ ഗാന്ധിയുടെ സമാധിയിലുള്ള ആ ഒരു കെടാവിളക്ക് പോലെ തന്നെ ഇവിടെയും ആ ഒരു കെടാവിളക്കുണ്ട്. ഇത് 24 മണിക്കൂറും എല്ലാ ദിവസവും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കാണ്. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ ആ പരിസരത്തോടെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ നേരത്തെ വന്ന ആ റഷ്യൻ ചർച്ചിൻ്റെ അതേ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ പാൻഫിലോഫ് 28 മെന്നിൻ്റെ സ്റ്റാച്യു ഉള്ളത്. അപ്പോൾ ഇത് വേറൊരു സ്ഥലമല്ല, ആ ഒരു വലിയൊരു പാർക്കിൻ്റെ ഉള്ളിൽ പല പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഈ സ്ഥലം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആദ്യം വരേണ്ടി വന്നു. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നേരത്തെ ദിവസം കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി വേറൊരു മാള് കാണാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എസൻഷ്യ മാളിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് ഈ കൂറ്റൻ വണ്ടി കണ്ടത്. ഇത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ?